ഹായ് ഹലോ, എന്ത് പറയണോ? എന്നെ ചൂടല്ലേ, ഒരു രക്ഷയില്ല. പള്ളിയിൽ പോയിട്ട് വന്നതേ ഉള്ളേ. വെള്ളിയാഴ്ച അല്ലായിരുന്നോ? പള്ളിയിലെ നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്ന് കയറി ഒരു 5 മിനിറ്റ് ആയുള്ളൂ. ജസ്റ്റ് ഒന്ന് വന്ന് കയറി ഫാൻ്റെ താഴെ നിന്ന് കയറി ഇരുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ ചുറ്റും 3 പള്ളിയാണ് കേട്ടോ. ലാറ്റിൻ, RC, ജാക്കോബിറ്റ്സ്. അപ്പം ഞങ്ങളുടെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു. ഇപ്പം നിങ്ങൾക്ക് കേൾക്കാവോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ RC പള്ളിയിലെ നഗരി കാണലില്ലേ, പ്രദക്ഷിണം, അത് തുടങ്ങി. അതിൻ്റെ പാട്ടാണ് ഇപ്പം കേട്ടോണ്ടിരിക്കണേ. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്നലെ പെസാവ്യാഴമൊക്കെ അല്ലായിരുന്നോ? നല്ല തിരക്കല്ലേ പെസാവ്യാഴ്ചയൊക്കെ. ഇത് വെള്ളിയാഴ്ച അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിൽ ശനിയാഴ്ച, ഞായറാഴ്ച, ശനിയാഴ്ച നാളെ രാവിലെ പോകണം, വൈകുന്നേരം പോകണം, മൊത്തത്തിൽ തിരക്കായിരിക്കും. അപ്പോൾ ഇന്നലെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പേര് വന്നു. എന്തായാലും എല്ലാവരും അന്വേഷണത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. നമ്മളെ അന്വേഷിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ 1-2 പേര് മെസ്സേജ് ഇട്ടിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇട്ടിരുന്ന വീഡിയോ ശരിക്കും കേട്ട് കഴിഞ്ഞപ്പം അവരുടെ ആ ഒരു മനസ്സറിഞ്ഞ് പറയുന്നത് പോലെയാണെന്ന് തോന്നിയെന്ന്. സംഭവം ശരിയാണത്. ആ ഒരു ഏജിലുള്ളവരെല്ലാവരും അനുഭവിക്കുന്നത് തന്നെയാണ്. ആരും അങ്ങനെയൊന്നും ഷെയർ ചെയ്യാറില്ല എന്ന് മാത്രം. ഞാനും അനുഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതൊക്കെ. ആ ഒരു ഏജിൻ്റെ കുഴപ്പമാണത്. അത് സ്വാഭാവികം, എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നിപ്പോൾ എന്താ, എനിക്കിപ്പോൾ ഒന്നും പ്രിപ്പയർഡ് അല്ല. ഞാൻ എന്താ പറയേണ്ടതെന്നൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജസ്റ്റ് പറയാം എന്ന് മാത്രം. കാരണം 2 ദിവസമായിട്ട് വരാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവത്തില്ലയോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആവുമായിരിക്കും അല്ലേ? ആവോ എന്തായാലും ആവട്ടെ. അപ്പോൾ എന്തായാലും നല്ല ചൂട്, തണ്ണിമത്തനൊക്കെ ഇഷ്ടം പോലെ കഴിക്കേണ്ട ഒരു സമയമല്ലേ. പക്ഷേങ്കിൽ തണ്ണിമത്തന് അധികം അങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലൊന്നും വെച്ച് കഴിക്കരുതെന്ന് കേട്ടോ പറയുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജിനുള്ളിൽ ബാക്ടീരിയ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണെന്നൊക്കെ പറയുന്നു. പുറത്ത് വെച്ചാൽ ഒരുതരം അങ്ങനെ വാടി പോവുകയും ചെയ്യല്ലേ. എന്തായാലും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിപ്പത്തിലൊക്കെ ഉള്ളത് വാങ്ങിയാൽ മതി കേട്ടോ. ജ്യൂസൊക്കെ അടിച്ചിട്ടാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും വെള്ളം ഒക്കെ നന്നായിട്ട് കുടിക്കുക. ഡീഹൈഡ്രേഷനൊക്കെ പെട്ടെന്ന് വരും. യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരാൻ ഒരുപാട് സാധ്യതയുള്ള സമയമാണ് കേട്ടോ ഇത്. എല്ലാവരും പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നോ? പിന്നെന്താ, ഇന്നലെ പെസഹവ്യാഴാഴ്ച എല്ലാവരും അപ്പമൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിലില്ലേ, ഞാൻ കണ്ടതാണ് കേട്ടോ, ചെറുപഴമൊക്കെ വെച്ചിരിക്കുന്നു. ഈ പെസഹ അപ്പത്തിൻ്റെയും പാലിൻ്റെ കൂടെ പഴം വെച്ചിരിക്കുന്നത് കണ്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞങ്ങളുടെ അങ്ങോട്ടേക്കൊന്നും അങ്ങനെ ഇല്ല. ഞാൻ ഇപ്പം കുറച്ച് പേരുടെ സ്റ്റാറ്റസും വീഡിയോസും ഒക്കെ കണ്ടതിനകത്തൊക്കെ ഉണ്ടായിരുന്നു ഇതുപോലെ പഴം പിടല ചെത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അതിൻ്റെ കൂടത്തിൽ വെച്ചിട്ടുണ്ട്. ചിലർ ബണ്ണ് സാധാരണ വെക്കുന്നതേ കണ്ടിട്ടുണ്ട്. റസ്ക് ഒക്കെ വെച്ചിരിക്കുന്നതുണ്ട്. അത് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. ഓരോ നാട്ടിലേക്ക് ഓരോ രീതിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെന്താ, ഇന്ന് ഞാനേ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് മൈനേനെ കണ്ടു. മൈനക്കിളി കേട്ടിട്ടില്ലേ? അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന അത് ഒരെണ്ണത്തിനായിട്ട് കണ്ടേ. അപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നു. അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ, പണ്ടത്തെ ഒരു നോട്ട്സ് ടു ഓർമ്മ. സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഒറ്റ മൈനേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും. എല്ലാവരും പറയും ഒറ്റ മൈനേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, ഒരു കാര്യം നടക്കത്തില്ല, നടക്കുന്ന കാര്യങ്ങളൊക്കെ ചീത്ത കാര്യങ്ങളായിരിക്കും. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചുകുട്ടിയായിരുന്ന സമയത്തൊക്കെ പറയും ഇന്ന് അടി കിട്ടും, ഒറ്റ മൈനേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അടി കിട്ടും എന്നൊക്കെ പറയുമായിരുന്നു. ഉള്ളതാണോ എന്തോ, അന്നൊക്കെ ശരിക്കും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അടുത്ത ഒരു മൈന കൂടി വരാനായിട്ട് ഇങ്ങനെ നോക്കി ദൈവമേ എന്ന് പറഞ്ഞ് പോണ വഴിക്ക് മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമായിരുന്നു ഒരു മൈനേനെ കൂടി കാണാനായിട്ട്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെ എന്തോ ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത്. ഇങ്ങനെ എന്നിട്ട് 2 മൈനേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണെന്നുണ്ട്. ഇരട്ട സംഖ്യ, ഒറ്റ സംഖ്യ കണ്ടാൽ കൊള്ളൂല്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതായത് 1, 3, 5, 7 അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ല. അങ്ങനെ ഒറ്റയായിട്ട് വരുന്ന സംഖ്യയുള്ള കിളികൾ അത്ര എണ്ണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മൈനക്കിളിയാണ് കേട്ടോ. കണ്ടാൽ കൊള്ളില്ല, അന്നത്തെ ദിവസം പോക്കാണ്, സ്കൂളിൽ നിന്ന് അടി കിട്ടുമെന്ന് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോവും. അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇന്നെന്തായാലും എനിക്ക് 2 കാണാൻ പറ്റിയില്ല. ഒരെണ്ണത്തിനെയും കണ്ടിട്ടാണ് ഞാൻ പോയി. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല, ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. നമ്മുടെ മനസ്സ് പോലെയാണ് അല്ലേ, ഇതൊക്കെ ഉള്ളത് വല്ലതും ആണോ? നമ്മളെന്ത് ചിന്തിക്കുന്നോ അതനുസരിച്ചിട്ടിരിക്കും അല്ലേ. മനസ്സിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ. കൊച്ചുകുട്ടികളെ പിന്നെ എല്ലാവർക്കും പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണല്ലോ അല്ലേ. എന്ത് പറഞ്ഞാലും അവരങ്ങോട്ട് വിശ്വസിച്ചോളും. പണ്ട് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത്. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പം ഞങ്ങളുടെ താഴെയുള്ളവർക്ക് അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏൽക്കൂല. അവർ കളിയാക്കും, നമ്മളെ ഇങ്ങോട്ട് കളിയാക്കും ഇല്ലേ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടോ? പണ്ടത്തെ ഇതുപോലെ ഒറ്റ മൈന, പിന്നെ വേറെ ഏതാണ് ഉണ്ടായിരുന്നല്ലോ,
ഓപ്പോസിറ്റ് മറ്റെന്തോന്നാ ബോഡി വരത്തില്ലേ, മീൻസ് ശവം മഞ്ചം ഇങ്ങനെ കൊണ്ടുവരത്തില്ല, അത് കണ്ടിട്ട് പോയാൽ ഭയങ്കര നല്ലതെന്നൊക്കെ പറയുമായിരുന്നു. ഞങ്ങളുടെ അവിടെ അടുത്തും ഇങ്ങനെ സ്കൂളിൻ്റെ അടുത്തൊക്കെ ആയിട്ട് പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ പോണൊക്കെ ഇങ്ങനെ ഈ ആംബുലൻസിലൊന്നും അല്ലല്ലോ പോണേ, അതിങ്ങനെ നടന്നൊക്കെയല്ലേ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ അന്ന് ഭയങ്കര സന്തോഷം. അതോ ഇന്നത്തെ എക്സാം ഭയങ്കര എളുപ്പമായിരിക്കും, അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന കാലമായിരുന്നു. അപ്പം അതൊക്കെ പിള്ളേരോട് പറഞ്ഞിട്ട് എന്താ കാര്യമല്ല. ഇന്നലെ ഞങ്ങൾ ഇതുപോലെ കിടക്കുന്ന സമയമായപ്പോഴത്തേക്കും ഇതുപോലെ മൈനേനെ കണ്ട് കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കിടക്കുന്ന സമയമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇതുപോലെ അതെന്ത് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പണ്ടൊക്കെ ഇങ്ങനെ കളിക്കത്തില്ല, മോള് എന്തോ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞതാണ് അവരുടെ സ്കൂളിൽ ചർച്ചയുണ്ടായിരുന്നു അത്ര പണ്ടത്തെ നേച്ചർ ആണ് എല്ലാവർക്കും ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം. ആ ഒരു പണ്ടത്തെ പ്രകൃതി ഭംഗി ഇപ്പോഴത്തെ ടെക്നോളജിയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു. അതായത് ടെക്നോളജിയൊക്കെ അവർക്ക് ഇപ്പോഴത്തെ വേണം, പക്ഷേ എങ്കിൽ പണ്ടത്തെ ആ പറയുന്ന നമ്മുടെ പ്രകൃതി ഭംഗിയും കാര്യങ്ങളും ഒക്കെ ആണ് അവർക്ക് കൂടുതൽ താല്പര്യം. എന്തോ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ സാറ്റ് കളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞേ. ഇങ്ങനെ അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3-4 വീടുകളുടെ പറമ്പുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഈ ഇത്രയും ഏരിയ കൂടെ ഓടി നടന്നിട്ടാണ് കളിക്കുന്നത്. ഒരിടത്ത് എണ്ണി അപ്പുറത്തെ വീടിൻ്റെ ബാക്കിലൊക്കെ ആയിരിക്കും പോയി എന്ന് വിളിക്കുന്നത്. എന്നിട്ട് ഓരോ വീട് ചാടി ചാടി ഇങ്ങനെ വന്നിട്ട് സാറ്റ് പറയും. ഇപ്പം പിള്ളേർ കളിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ആ ഒരു കോമ്പൗണ്ട് ചെയ്ത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, എന്നിട്ട് കട്ടിലിൻ്റെ താഴെ കൂടെയും വാതിലിൻ്റെ ഇടയിൽ കൂടെയും അങ്ങനെയൊക്കെയല്ലേ ഇവർക്ക് ഒളിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടൊരു സുഖമില്ല കളിക്കുന്ന കണ്ടപ്പം. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇങ്ങനെ 3-4 വീടുകളുടെ ഇടയിൽ കൂടെ കിടന്ന കളിച്ചുകൊണ്ടിരുന്ന അത്രയും പറമ്പിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കരിയിലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കിടന്നിട്ട് അതിന് മൂളിൽ കൂടെ കരിയിലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒളിച്ചുകൊണ്ടിരുന്നതൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതാണ് എന്ത് രസമാണല്ലേ അന്നത്തെ കളികളൊക്കെ, എന്ത് രസമായിരുന്നു, മരത്തിലൊക്കെ കയറാം അല്ലേ. ശരിക്കും സംഭവം ശരിയാണ്. ഇന്ന് അവർക്ക് അതൊക്കെ കാണാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. പക്ഷെ ടെക്നോളജിയൊക്കെ ഇന്നത്തെ മതി കേട്ടോ അവർക്ക്, ബാക്കിയത്തെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ മതി. ആ ഒരു പ്രകൃതി ഭംഗി കാര്യങ്ങളൊക്കെ അന്നത്തെ ആയിരുന്നു ഇഷ്ടമെന്ന്. എല്ലാം പോയില്ലേ. പിന്നെന്താ, ഇനി പണി കിടക്കുകയാണ്. ഇന്ന് രാവിലെ വെള്ളിയാഴ്ച രാവിലെ പണിയൊന്നും പ്രത്യേകിച്ച് കഴിഞ്ഞൊന്നുമില്ല. ഇനി ഞങ്ങളുടെയൊക്കെ ഇനിയിപ്പം വാഷ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്ത് നാളേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം നാളെ പള്ളിയിലൊക്കെ പോകാനായിട്ട്. പറ്റിയാലേ നാളെ വീഡിയോ ഇടുകയുള്ളൂ കേട്ടോ, നോക്കട്ടെ. കാരണം നാളെ രാവിലെയും വൈകുന്നേരവും ഒക്കെ പള്ളിയിൽ പോകണം. രാവിലെ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മൊത്തത്തിൽ ഉള്ള ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങൾക്ക് വൈകുന്നേരമാണ് ഉയർപ്പിൻ്റെ പ്രാർത്ഥനകൾ തുടങ്ങുന്നത്. 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് തുടങ്ങും. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, 12 മണിക്ക് മുന്നേ തീരും. നേരത്തെ പാതിരാ കുർബാനയായിരുന്നു. ഇപ്പം എല്ലാവരുടെയും വരാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളൊക്കെ അനുസരിച്ചാണെന്ന് തോന്നുന്നു അതൊക്കെ ചേഞ്ച് ചെയ്തു. ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്തു. ഇപ്പം ഇന്ന് തന്നെ ആണെന്നുണ്ടെങ്കിലും ഇന്ന് നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളത് കഴിഞ്ഞു. ചൂടൊക്കെ കൂടുതലല്ലേ, അപ്പോൾ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തുടങ്ങി നേരത്തെ തീർത്തു. 6 മണിക്ക് തുടങ്ങിയായിരുന്നു രാവിലെ. അപ്പം എന്താ പറയുക, അടുത്ത പണിയിലേക്ക് കടക്കട്ടെ. എന്തായാലും അന്വേഷിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി. എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഒക്കെ ഇനിയും അങ്ങോട്ടേക്കും പ്രതീക്ഷിക്കുന്നു കേട്ടോ. വളരെയധികം നന്ദിയുണ്ട് അന്വേഷിച്ചതിന്. സന്തോഷം, വളരെ സന്തോഷം. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വരാനായിട്ട് നോക്കാം. എന്തായാലും ഈസ്റ്ററൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കും. എല്ലാവർക്കും അവധിയൊക്കെ ആയിരിക്കും. ഒരു അവധിയൊക്കെ ആയതുകൊണ്ട് കുറേ പേരൊക്കെ ഇപ്പോൾ ടൂറും കാര്യങ്ങളൊക്കെ പോയിട്ടൊക്കെ ഉണ്ടാവും. വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളൊക്കെ അടച്ചുകൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വെള്ളം കുടിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാനും ഒക്കെ ആയിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും ഹോസ്പിറ്റലിലൊക്കെ കയറി തുടങ്ങി യൂറിനറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊന്നും ഇടവരുത്താതെ വെള്ളമൊക്കെ കുടിച്ച് നല്ല രീതിയിൽ കളിച്ച് സുന്ദരി കുട്ടികളായിട്ടും സുന്ദര കുട്ടികളായിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.